സെക്രട്ടേറിയറ്റിൽ അടിമുടി അഴിച്ചുപണി വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അടിമുടി അഴിച്ചുപണിയുടെ പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട്. NGO അസോസിയേഷൻ ലിസ്റ്റ് കൊടുത്തു തുടങ്ങി. ഒരുപാട് പേരുടെ ഇപ്പം തന്നെ പലരുടെയും സ്ഥാനം മാറ്റി തുടങ്ങിയിട്ടുണ്ട്. പലരെയും ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. പണി തുടങ്ങിയിട്ടുണ്ട്. സെക്രട്ടേറിയറ്റിലും ഡിപ്പാർട്ട്മെൻറ്റിലും വകുപ്പുകളിലൊക്കെ വലിയ പണി ഇപ്പോഴേ ആരംഭിച്ചിട്ടുണ്ട്. കാരണം ഈ വകുപ്പ് അധ്യക്ഷന്മാർക്ക് സ്ഥലം മാറ്റാൻ പറ്റുന്ന ചില വകുപ്പുകളുണ്ട്. അത് സെക്രട്ടേറിയറ്റിൽ മന്ത്രിയൊന്നും അറിയണമെന്നില്ല. അങ്ങനെയുള്ള സ്ഥലത്ത് പണി തുടങ്ങി, സമ്മർദ്ദം അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട്. വലിയ തോതിലാണ് അഴിച്ചുപണി വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിലാണ് ചീഫ് സെക്രട്ടറിയായി മനോജ് ജോഷി വരാനുള്ള സാധ്യതയെക്കുറിച്ച് കേൾക്കുന്നു. അതുപോലെ ഡോക്ടർ ബി അശോകിൻ്റെ സ്ഥാനം മിക്കവാറും മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പോകുമോ? മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കോർഡിനേറ്റിംഗ് ആയിട്ട് മറ്റ് ശിവശങ്കർ നേരത്തെ ഉണ്ടായിരുന്ന പോലെ ഒരു കോർഡിനേറ്റിംഗ് പോസ്റ്റിലേക്ക്, അല്ലെങ്കിൽ KM എബ്രഹാം ഉണ്ടായിരുന്ന പോലുള്ള ഒരു കോർഡിനേറ്റിംഗ് പോസ്റ്റിലേക്ക് ഡോക്ടർ ബി അശോക് പോകുമോ? പ്രശാന്ത് അവിടേക്ക് പോകുമോ? പ്രശാന്തിൻ്റെ ഇത് പിൻവലിക്കാൻ സാധ്യതയുണ്ട്. വളരെ പെട്ടെന്ന് ആദ്യ ക്യാബിനറ്റിൽ തന്നെ പ്രശാന്തിൻ്റെ ഇത് പിൻവലിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ ഡോക്ടർ ബി അശോകിൻ്റെ ഇത് പിൻവലിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ രണ്ടുപേരും പോകുമോ? അതുപോലെ സംസ്ഥാനത്തെ മറ്റ് വളരെ പ്രധാനപ്പെട്ട പോസ്റ്റുകളിലും തസ്തികകളിലേക്കും ആരെല്ലാവരും കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനങ്ങളൊക്കെ എല്ലാവരും രാജിവെക്കും. ഇടതുപക്ഷത്തിൻ്റെ CPM-ൻ്റെ CPI-യുടെ ആളുകൾ ഇരിക്കുന്ന കംപ്ലീറ്റ് മെമ്പർമാർ ഒരു വള്ളം ആളുകൾ ഇപ്പോൾ രാജിവെക്കും. അവിടെയെല്ലാം ആരാണ് പുതിയതായിട്ട് വരിക? അതിൻ്റെ ലിസ്റ്റ് എങ്ങനെയാണ്? മാത്രമല്ല, ഇത് ഓരോ ഘടകകക്ഷിയുടെ ഇടയിൽ കോൺഗ്രസിൻ്റെ ആളുകളെ വയ്ക്കും, കോൺഗ്രസിൻ്റെ വകുപ്പുകളിൽ ഘടകകക്ഷിക്കാരെ വയ്ക്കും. അങ്ങനെ വലിയൊരു പരിപാടിയാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിൽ അഴിച്ചുപണി വരാൻ പോകുന്നത്. ഡയറക്ടർമാർ മിക്കവാറും പല സ്ഥലങ്ങളിലും IAS മാറാൻ സാധ്യതയില്ല. അവർ അങ്ങനെ തന്നെ ഇരിക്കുകയും പിന്നെ അത് നേരത്തെ പിന്നെ കളക്ടർമാർ, ജില്ലാ കളക്ടർമാർ സീരിയസ് ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. എല്ലാ ജില്ലയുടെയും കളക്ടർമാരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ സാധ്യതയുണ്ട്. പിന്നെ പോലീസ് തലപ്പത്ത് മാറ്റം വരുത്താൻ സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ ശമ്പള പരിഷ്കരണ കമ്മീഷൻ്റെ ആളുകളെ മാറ്റാൻ സാധ്യതയുണ്ട്. അങ്ങനെ പിന്നെ ജിജി തോംസനും പിന്നെ ബിജു പ്രഭാകർ പ്രധാനപ്പെട്ട ഒരു തസ്തികയിൽ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ബിജു പ്രഭാകർ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹം തച്ചടി പ്രഭാകറിൻ്റെ മകനാണ്. അപ്പോൾ ബിജു പ്രഭാകർ പ്രധാനപ്പെട്ട പൊസിഷനിൽ വരാൻ സാധ്യത. അങ്ങനെ IAS വളരെ പ്രധാനപ്പെട്ട ആളുകൾ ബിജു പ്രഭാകരും ഡോക്ടർ ബി അശോകും പ്രശാന്തും അടക്കമുള്ള ആളുകൾ കീ പോസ്റ്റുകളിൽ വരാൻ സാധ്യതയുണ്ട്. IPS-ൽ വളരെ പ്രധാനപ്പെട്ട വിജയൻ IPS-നെ പോലെയുള്ള ആളുകൾ കീ പോസ്റ്റിൽ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വളരെ വലിയ തോതിലാണ് അഴിച്ചുപണി നടക്കുന്നത്. ഈ അഴിച്ചുപണി ഞാൻ പറഞ്ഞതുപോലെ ഓരോ വകുപ്പുകളിലും നടക്കും, ഓരോ സ്ഥാപനങ്ങളിലും നടക്കും. അതുപോലെ തന്നെ കരാർ തൊഴിലാളികൾ എല്ലാ വകുപ്പുകളിലും ഡെയിലി വേജസ് ആൻഡ് പാർട്ട് ടൈം കണ്ടിജൻസി കരാർ തൊഴിലാളികൾ കാണും. അവരുടെ കാലവും പ്രശ്നമാണ്. തൊഴിലുറപ്പിൽ വലിയ സ്റ്റാഫിൻ്റെ ഇടയിൽ വലിയ മാറ്റം വരും. അതുപോലെ തന്നെ പിന്നെ കുടുംബശ്രീ, ശുചിത്വ മിഷനുകളുണ്ട്. ഹരിത കേരള മിഷൻ ഇനി കാണാൻ സാധ്യത ഉണ്ടോ എന്നറിയത്തില്ല. അതിൻ്റെ TNC ആൾറെഡി പെട്ടെന്ന് രാജിവെക്കും. കാരണം അതിൻ്റെ കാര്യം ബാക്കി അതിനകത്തുള്ള പരിഷത്തിൻ്റെയും മറ്റുള്ള പ്രധാനപ്പെട്ട ആളുകളെല്ലാം കോൺട്രാക്റ്റിലിരിക്കുന്ന എല്ലാവരെയും ഒന്നുകിൽ പറഞ്ഞുവിടും, അല്ലെങ്കിൽ അവർ രാജിവെക്കും. ഏതെങ്കിലും സംഭവിക്കും. പിന്നെ ഹരിത കേരള മിഷനിലൊന്നും ആരും കാണുകയില്ല. ഇനി വരുന്ന 10 വർഷക്കാലം ആരുടേതാണ്? 10-15 വർഷക്കാലമൊക്കെ UDF-ൻ്റേതായിരിക്കും എന്നുള്ള കാഴ്ചപ്പാടിൽ UDF ഒരുപാട് സ്ഥലങ്ങളിൽ ആളുകളെ വയ്ക്കാൻ സാധ്യതയുണ്ട്. PSC മെമ്പർമാരായിട്ട് പലരെയും കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ അതുപോലെ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിലേക്ക് ആളുകൾ വരും. അങ്ങനെ അടിമുടി മാറ്റാൻ സാധ്യതയുണ്ട്. പോലീസ് ഓഫീസർമാരെ കാര്യമായി സ്ഥലം മാറ്റം വരുത്താൻ സാധ്യതയുണ്ട്. നവീൻ ബാബുവിൻ്റെ മരണം CBIക്ക് വിടാൻ സാധ്യതയുണ്ട്. യദു കൃഷ്ണ എന്ന് പറയുന്ന ഡ്രൈവറെ തിരിച്ച് ട്രാൻസ്പോർട്ടിൽ പോസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ അടിമുടി സെക്രട്ടേറിയറ്റ് മുതൽ സകല വകുപ്പുകളിലും ജില്ലാ കളക്ടർമാരെയും എല്ലാവരെയും മാറ്റുന്ന ഒരു പ്രക്രിയ നടക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അപ്പോൾ VD സതീശനും രമേശ് ചെന്നിത്തലയൊക്കെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ കാലങ്ങൾ പോലെയല്ല, ഞങ്ങൾ തല നോക്കി തന്നെ ഞങ്ങൾ കാര്യങ്ങൾ ചെയ്യും. കഴിഞ്ഞ കാലങ്ങളിൽ ഉള്ളതുപോലെയുള്ള പരിപാടികളൊന്നും നടക്കത്തില്ല. ഞങ്ങളെ സഹായിച്ചവരെ ഞങ്ങൾ സഹായിക്കും. ഞങ്ങൾ ഉപദ്രവിച്ചവരെ കൃത്യമായി ഞങ്ങൾ നോക്കി വെച്ചിട്ടുണ്ട്. അത് ഉദ്യോഗസ്ഥനായാലും പോലീസായാലും ആരായാലും അവർക്ക് പണി കൊടുക്കുമെന്ന് തന്നെയാണ് ഇപ്രാവശ്യത്തെ ഭരണത്തിൻ്റെ ഒരു പ്രത്യേകത. പ്രത്യേകിച്ച് തോമസ് എന്ന് പറയുന്ന MLA തല്ലിയ ഗൺമാൻ ഇപ്പോൾ സർവീസിലുണ്ട്. മനോജ് എന്ന് പറയുന്ന ഗൺമാനുണ്ട്. ഗൺമാന് മിക്കവാറും അതൊരു പുനരന്വേഷണം നടക്കാൻ സാധ്യതയുണ്ട്. രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ് പിണറായി എഴുതിത്തള്ളിയ ആ കേസ് വീണ്ടും ഒന്നുകൂടി അന്വേഷിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ അഭിമന്യുവിൻ്റെ കേസ് അന്വേഷിക്കാൻ സാധ്യതയുണ്ട്. ശബരിമല കേസ് വളരെ സീരിയസ് ആയിട്ട് അന്വേഷിക്കാനുള്ള സാധ്യതയുണ്ട്. ശബരിമലയിൽ അഫ്ഡവിറ്റ് സുപ്രീം കോടതി കിടക്കുന്ന അഫ്ഡവിറ്റിന് പകരം പുതിയ അഫ്ഡവിറ്റ്, വിശ്വാസികൾക്ക് അനുകൂലമായ അഫ്ഡവിറ്റ് കൊടുക്കാൻ സാധ്യതയുണ്ട്. സ്വർണ്ണക്കൊള്ള വീണ്ടും അന്വേഷിക്കാനുള്ള സാധ്യതയുണ്ട്. സ്വപ്ന കേസ് അന്വേഷിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഓരോന്നായി ഇടതുപക്ഷത്തിന് പരിക്കേൽക്കുന്ന, ഇടതുപക്ഷത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഓരോ സാധനങ്ങളായി പുറത്ത് കൊണ്ടുവരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. എന്തായാലും ഭരണകക്ഷി വന്നിട്ട് അവർ ഭരണം തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞതുപോലുള്ള ഓരോ ഇടങ്ങളിലായി വ്യത്യസ്തമായ രീതിയിലായിരിക്കും കാര്യങ്ങൾ നടക്കുന്നത്. വളരെ രസകരമായിരിക്കും കാര്യങ്ങൾ. സെക്രട്ടേറിയറ്റിനകത്ത് പ്രധാനപ്പെട്ട തസ്തികയിലെല്ലാം മാറ്റം വരും, പുറത്ത് മാറ്റം വരും.
ഡയറക്ടർമാർ, കമ്മീഷണർമാർ, അങ്ങനെ തുടങ്ങി, പിന്നെ ക്ഷേമനിധി ബോർഡ് ചെയർമാൻമാർ, ക്ഷേമനിധി ബോർഡ് അംഗങ്ങൾ, മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ PSUവിൻ്റെ ചെയർമാൻമാർ, അവിടുത്തെ ഡയറക്ടർമാർ, ഇങ്ങനെ തുടങ്ങി വലിയ ഒരു സംഘം മാറ്റത്തിൻ്റെ കഥയാണ് വരുന്നത്. അപ്പോൾ ഒരു സംഘം ഷർട്ടെടുത്ത് സഞ്ചിയും കൊണ്ട് വെളിയിലിട്ട് ഇറങ്ങുന്നുണ്ട്, മറ്റൊരു സംഘം ഷർട്ട് അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. പലരും ഷർട്ടൊക്കെ റെഡിയാക്കി ഈ ഗവൺമെൻറ് വരുമ്പോൾ കയറാനായി റെഡിയായി നിൽപ്പുണ്ട്. ഇതിനിടത്ത് സ്റ്റെക്കിൻ്റെ KSSDയുടെ ശാസ്ത്ര സാങ്കേതിക കൗൺസിലിൻ്റെ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡൻ്റായിട്ട് ഡോക്ടർ സജീവ് ഗോപിനാഥിനെ ഗവൺമെൻറ് വെച്ചു. പക്ഷേ അത് ഗവർണറിൻ്റെ ഒരു ഉടക്ക് വന്നതുകൊണ്ട് രാജിവെച്ചു. അവിടത്തേക്ക് പോസ്റ്റിംഗ് വരും. CWIയുടെയും എക്സിക്യൂട്ടീവ് ഡയറക്ടർ പോസ്റ്റിംഗ് വരും. ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലേക്കുള്ള പോസ്റ്റിങ്ങുകളും കാര്യങ്ങളും തസ്തിക മാറ്റവും സ്ഥലമാറ്റവും ഒക്കെ വരുന്നുണ്ട്. കാത്തിരുന്ന് നമുക്ക് കാണാം ആരൊക്കെയാണ് UDF ഗവൺമെൻറ്റിൻ്റെ സാരഥികളെന്ന്.